സൂപ്പർ ആയിരുന്നല്ലോ. CR7 അല്ലേ? അങ്ങനെയാണോ വിളിക്കുന്നത് എല്ലാരും? അല്ല, അജോ തന്നെയാന്ന് വിളിക്കുന്നത്. ആ സൗണ്ട് ഒന്ന് കേക്കട്ടെ. ഹലോ ചെക്ക്. അതാണ്. കമോൺ, ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അജോ ഇസ് ഓൾ യുവേഴ്സ് ഗയ്സ്. പോർച്ചുഗൽ ഫാൻ ആണോ? റൊണാൾഡോ ആണോ ഇഷ്ടപ്പെട്ട? ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു ഇതൊക്കെ വന്നിട്ട് ഞാനതൊന്ന് കറക്കി നോക്കട്ടെ. നെറ്റിയിൽ വെച്ചിട്ട് നോക്കി. അത് കിട്ടും. അയ്യോ, അത് കിട്ടത്തില്ല കേട്ടോ. നോക്ക് കിട്ടും. ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഒഴുകി പോവാനായിരുന്നു. വെറുതെ കയ്യിൽ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും വെക്കും. അത് പറ്റും. മോന്റെ വീട് എവിടെയാ? പത്തനാപുരത്താ? ശരി, ഓക്കെ. ഏത് സ്കൂളാ? സെന്റ് സിമൻസ് പത്തനാപുരം. കുറെ ആയോ മോനെ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി? ഞാൻ കൊറോണ സമയത്ത് തുടങ്ങിയതാ. അത് ശരി. അല്ല, ഇത് കളിക്കാൻ നേരത്തെ ഈ യോഗ അഭ്യാസം കാണിക്കാറുണ്ട്? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ല. അല്ല, കാരണം എന്താണെന്നറിയാം, ഇങ്ങനെ വെച്ചോണ്ട് ഓടിപ്പോയി ഗോൾ ഇടാൻ പറ്റുമോ എന്നറിയാനോ ചോദിച്ചാൽ. ശരിക്കും ഈ ഫുട്ബോൾ കളിക്കുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഈ കയ്യിൽ ഇങ്ങനെ ഇട്ട് കറക്കുന്ന ഒരു സംഭവം അല്ലേ? പണ്ട് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് മർഡോണ അദ്ദേഹം ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെയുള്ള ചില ട്രിക്സ് ഒക്കെ കാണിക്കുന്നത് അത് കണ്ട് ആകർഷണമായിട്ട് ഈ ലോകകപ്പ് ഫുട്ബോൾ അദ്ദേഹത്തോട് ഒരു പ്രത്യേക താല്പര്യവും സ്നേഹവും ഒക്കെ വന്നിട്ടുള്ളത്. പുള്ളി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും, ഓർമ്മയുണ്ടല്ലേ? അതായത് ഈ ഹാഫ് ടൈമിലാണെങ്കിലും ഗ്രൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പും ഒക്കെ ബോൾ വെച്ചിട്ട് ഒരുപാട് സംഗതികൾ. ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നില്ലേ, ആ സമയത്തും ഗിമിക്സ് ഒക്കെ അദ്ദേഹം കാണിച്ചത് വെച്ചിട്ട് ബോൾ വെച്ചിട്ട് കുറെ സംഗതികൾ. എന്തായാലും അടിപൊളിയായിരുന്നു. വേറൊരു ഫാക്ടർ ഈ പറഞ്ഞ പോലെ ഇത് ബാലൻസ് ചെയ്യാന്നുള്ളത് അതിലേറെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. സംഭവമായിരുന്നു. 2 ബക്കറ്റ് അതിന്റെ മേളില് പിന്നെ ഫുട്ബോള് അതില് ബാലൻസ് ചെയ്ത് പോരാഞ്ഞിട്ട് ഷർട്ട് പോരുന്നു. അയ്യോ ശരിയാണ്, തോളത്തൊരു ബോൾ ഉണ്ടായിരുന്നു. അത് വെച്ച് അല്ല, തോളത്തെ ബോൾ ഞങ്ങൾ പിന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. വന്നപ്പോ പോലെ തോളത്തൊരു ബോൾ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ ഫുട്ബോളിൽ? എന്താണ് പുതിയ ഐറ്റം? നോക്കട്ടെ, കേക്കട്ടെ. കറക്കിയിട്ട് പേനക്കകത്ത് വെച്ച് പല്ലി കടിച്ച് പിടിക്കുന്ന രീതിയിലൊക്കെ പല്ലില് തിരിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അല്ല, ഇങ്ങനെ പേന കറക്കിക്കൊണ്ടിരിക്കണം. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ? അപ്പൊ ഇനി വരുമ്പോ അതായിരിക്കും അടുത്ത നമ്മൾ കാണുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞത്? ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണോ? വെറുതെ ഇരിക്കുമ്പോ അവര് പറയാറുണ്ട് ഇത് കാണിച്ചാ അത് കാണിച്ചതൊക്കെ പറഞ്ഞു. ആണ്. ഗേൾ ഫ്രണ്ട്സ് കുറെ പേരുണ്ടോ ഇപ്പോഴേ? ഇല്ല. അയ്യോ, ഞാനതൊക്കെ വിശ്വസിച്ചു കേട്ടോ. ബ്രദർ, സിസ്റ്റർ, വേറെ സിബ്ലിങ്സ്? ഞാൻ ഒറ്റ മോനാണ്. ശരി, വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റാറിന് നമ്മുടെ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുത്താലോ? അവൻ 3 ബോൾ വെച്ചിട്ടാണ് സകല അഭ്യാസം കാണിച്ചത്. അപ്പൊ എന്താണെങ്കിലും അതിൽ കുറച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 3 സ്റ്റാർ. 3 സ്റ്റാർ. കൺഗ്രാറ്റുലേഷൻസ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്തതിന് 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു മെഡൽ ഇനി വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ലേ? ഞങ്ങൾ തരട്ടെ അപ്പോ? നാദിക, പ്ലീസ് ജോയിൻ us. ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഈ ബോൾ വെച്ച് ചെയ്യാം. പുഷപ്പ് അല്ല, എന്തെങ്കിലും ഒരു സാധനം. പുഷപ്പിന് ബോളിന്റെ ആവശ്യമില്ല എനിക്ക്, പക്ഷെ അല്ലാതെ ഞാൻ ഇതൊന്നും നോക്കട്ടെ. അത് കുറച്ച് ഡിഫിക്കൽട്ട്. സൂപ്പർ. താരവിളയാട്ടത്തിൽ അതാ നമ്മളോടൊപ്പം നാദിക വിത്ത് കൈവിട്ടിരിക്കുന്നു. ഇരിക്കരുത്, ബാക്കിലേക്ക് സൈഡ്. അമ്പോ മോനെ, അത് നേരെ മാസ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. അല്ല, അവിടെ നിന്നു. കൊള്ളാം. ഇതിപ്പോ നമ്മള് നാദികയ്ക്ക് സ്റ്റാർ കൊടുക്കണോ അതോ അജോയ്ക്ക് സ്റ്റാർ കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായല്ലോ. നീ വേറെ ഐറ്റംസ് കൂടി പഠിക്കട്ടെ, എന്നിട്ട് ഒരുമിച്ച് വന്ന് ചെയ്യട്ടെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അജോയ്ക്കുള്ള നമുക്ക് ആ 3 സ്റ്റാർ നൽകാം അല്ലെ? അതെ. അപ്പൊ അജോ, ഇന്ന് മുതൽ അജോ അറിയപ്പെടാൻ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നാകട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. ഇതോടൊപ്പം ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും വരാം, നമ്മളെ ഇനിയും എക്സൈറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, താങ്ക് യു.